ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അഷ്ബി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം മതി. പിന്നെ അതേപോലെ കുറച്ച് റൗണ്ട് ബീഡ്സും വേണം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു 10 രൂപയുടെ പാക്കറ്റിൽ 20 രൂപയുടെ പാക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ പല സ്ഥലത്തും പല റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. 10 രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു കട്ട് ബീഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തുള്ള റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ഈ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് കുറച്ച് കട്ട് ബീഡ്സ് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് റൗണ്ട് ബീഡ്സ് വന്നിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നമുക്ക് കട്ട് ബീഡ് തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആട്ടോ. ബിഗിനേഴ്സിനെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വലിയ പ്രയാസപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ല. നോർമൽ നീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് യോക്ക് പോർഷനിലേക്കാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ദുപ്പട്ടയിലും കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. അത് ഈ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അരികത്തായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും വരയ്ക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ റഫായിട്ട് ഇവിടെ നിന്ന് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. റഫായിട്ട് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നെക്ക് റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ റഫായിട്ട് മാർക്ക് ചെയ്തു, ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള അളവുകൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു 3 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതായത് കണ്ടോ, ഒരു 1 ഇഞ്ച് ഞാനവിടെ അടയാളപ്പെടുത്തി കൊടുത്തു, അവിടെ ഒരു 1 ഇഞ്ച് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ആ 14 ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വരയ്ക്കരുത്. തുണി വെക്കുന്നതിന് മുമ്പ്, ഫ്രെയിമിൽ വെക്കുന്നതിന് മുമ്പ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രെയിമിലേക്ക് തുണി ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഒരിക്കലും സ്റ്റാൻഡിൽ വെച്ചിട്ട് പിന്നെ വരച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ 14 ലെങ്തിനെ നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ അതേ ഒരു 1 ഇഞ്ച് അളവിൽ നമ്മളൊരു കുറച്ച് ലൈൻസ് നമ്മൾ ഈ ഒരു യോക്കിനകത്ത് ആ ബോക്സിനകത്ത് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മളാണെങ്കിൽ ആദ്യം പോയിന്റ് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരു ലൈൻ വരച്ച് നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് ആദ്യം ലൈൻ വരച്ച് കൊടുത്തിട്ട് അത് 1 ഇഞ്ചിൽ ആക്കി എടുക്കണം. നമുക്കൊരു 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. 1 ഇഞ്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1 ഇഞ്ച് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളൊരു 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് അളവ് കൊടുക്കാം. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ അളവ് നമുക്ക് ഗ്യാപ്പ് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളൊരു 1 ഇഞ്ച് വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യും. പിന്നെ 1 ഇഞ്ച് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിറയെ നമുക്ക് ബീഡ്സ് സ്പ്രെഡിങ്ങാണ് വരുന്നത്. നമ്മുടെ കട്ട് ബീഡ്സ് കാണിച്ച കട്ട് ബീഡ്സ് ഫുള്ള് സ്പ്രെഡിങ് വരുവാണ് ആ ഒരു 1 ഇഞ്ച് ലൈനിൽ കംപ്ലീറ്റ്. മനസ്സിലായോ? ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ ഒരു വീതിയിൽ നമ്മൾ വരച്ചിരിക്കുന്ന വശത്തൊക്കെ നമ്മൾ ബീഡ്സ് സ്പ്രെഡിങ്ങാണ് ചെയ്യുന്നത്. അതായത് റൗണ്ട് ബീഡ്സാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കട്ട് ബീഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം റൗണ്ട് ബീഡ്സ് ആകുമ്പോൾ വേറൊരു ഭംഗിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ വരയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഇനി നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കട്ട് ബീഡ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആ 1 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ 1 ഇഞ്ചിൽ, ആ ടിക്കിട്ടിരിക്കുന്ന ഭാഗത്തായിട്ട് അവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോർമൽ മെഷീൻ ത്രെഡും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ 10 നീഡിലാണ് എടുത്തിട്ടുള്ളത് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അച്ചൂസ് ഡിസൈൻ ചാനലിനകത്ത് ഞാൻ നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ നോക്കുക, അച്ചൂസ് ഡിസൈൻ ചാനൽ നോക്കുക. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ നോർമൽ നീഡിലിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആദ്യം ഇതേപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ നീഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബീഡ്സ് അഴിഞ്ഞു പോകരുത്. നമ്മൾ ആദ്യം ചെയ്യുന്ന ബീഡ്സുകളൊന്നും അഴിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തുണിയുടെ മുകളിൽ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഒന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ, നോർമൽ നീഡിൽ ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഒത്തിരി അങ്ങ് അടുപ്പിച്ചല്ല, തിക്കായിട്ടല്ല, അത്യാവശ്യം സ്പ്രെഡ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് കേട്ടോ. കുറച്ച് കുറച്ച് തുണികളൊക്കെ കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു 1 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ രീതി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. കാരണം ഇത് വലിയ പ്രയാസമുള്ള ഒരു സ്റ്റിച്ചും നമുക്കിതിനകത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ബീഡ്സ് ഓടിച്ച് ചെയ്ത് പോവാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ത്രെഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു വർക്കിനകത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ചെയ്താൽ മതി, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് ഒരു പ്രയാസമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചഡ് കുർത്തിയിലൊക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ഷോൾഡറിൻ്റെ അവിടെ 1 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ജസ്റ്റ് പോയിൻ്റ് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലെങ്ത് നോക്കുക. 14 ലെങ്താണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അനുസരിച്ച് യോക്കിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിനെ ഒരു ബോക്സ് ആക്കി എടുക്കുക. 1 ഇഞ്ചുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ 1 ഇഞ്ചിൽ നിങ്ങൾ സ്റ്റിച്ചഡ് ചുരിദാറിൽ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ലൈനിങ്ങിൻ്റെ പുറത്തൂടെ നമുക്ക് സാധാരണ ഈ സ്റ്റിച്ചഡ് ചുരിദാറിൽ ലൈനിങ്ങിൻ്റെ പുറത്തൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ ഫ്രെയിം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഫ്രെയിം ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് ഭാഗത്ത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് വേറെ കുറേ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് ചെയ്ത് ഫുള്ളാക്കാനുള്ള സമയം എനിക്കില്ല. നോൺ വർക്കിൻ്റെ പുറകെയാണിപ്പം ഞാൻ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇത് കണ്ടോ, ഈ ബീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്പ്രെഡ് ചെയ്ത പോലെ താഴെ നമ്മൾ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ഈ ബീഡ്സ് റൗണ്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന ബീഡ്സ് ഒന്ന് നന്നായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കണ്ടോ, ഇത് നമ്മൾ ആദ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും അതിൻ്റെ ആ ബീഡ്സിൻ്റെ അകത്തൂടി നമ്മൾ ലോക്ക് ഇട്ട് ഒന്ന് കൊടുക്കുക. വീണ്ടും കുറച്ചിങ്ങോട്ട് മാറ്റി ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചങ്ങോട്ട് നീക്കി അടുത്ത ബീഡ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും തന്നെ ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അടുപ്പിച്ച് ചെയ്യണ്ട. കാരണം നമ്മൾ അടുപ്പിച്ച് കട്ട് ബീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ ഇത് ഇത്ര ഗ്യാപ്പ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഡിസൈനിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുന്നത്. അപ്പോൾ ഈ ബീഡ് തന്നെ നമ്മുടെ ഷാളിൻ്റെ സൈഡിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഷാള് 2.5 ആണെങ്കിൽ 2.5 മീറ്ററിൽ നമുക്കതുപോലെ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അതേ കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്